ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ആണവോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബിൽ ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ ഇൻഷുറൻസ് ഭേദഗതി ബില്ലിന്മേൽ ചർച്ച തുടരുന്നു. ബാർക്ക് റേറ്റിംഗിൽ മലയാള ടെലിവിഷൻ ചാനൽ തിരിമറി നടത്തിയെന്ന ആരോപണങ്ങളിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച 3 വാർഡുകളിലേക്കുള്ള പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ജനുവരി 12-ന്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീടുതോറുമുള്ള വിവരശേഖരണം നാളെ അവസാനിക്കും. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 18 മോഡൽ പ്രീ സ്കൂളുകളിലെ ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 6ാം ദിനത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടി 72 ചിത്രങ്ങൾ. വാർത്തകൾ വിശദമായി. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 ലോക്സഭ പാസാക്കി. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആണവോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. റോസ്ഗാർ ആജീവിക മിഷൻ ബിൽ ലോക്സഭ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അതേസമയം രാജ്യസഭയിൽ സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി നൽകി. ടെലിവിഷൻ ചാനൽ റേറ്റിംഗിൽ തിരിമറി നടത്തിയെന്ന ആരോപണങ്ങളിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ഒരു മലയാള ടെലിവിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിലെ ഉദ്യോഗസ്ഥന് കൈക്കൂലി നൽകി റേറ്റിംഗിൽ തിരിമറി നടത്തിയെന്ന റിപ്പോർട്ടുകൾ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ലോക്സഭയിൽ പറഞ്ഞു. എഫ്ഐആറിൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക റിപ്പോർട്ട് കേരള ഡിജിപിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. എത്യോപ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഒമാനിലെത്തും. പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ജനുവരി 12-നാണ് വോട്ടെടുപ്പ്. പുതുതായി പത്രിക സമർപ്പിക്കാൻ താൽപര്യമുള്ളവർക്ക് ഈ മാസം 24 വരെ അവസരമുണ്ട്. സൂക്ഷ്മ പരിശോധന 26-ന് നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 29-ആണ്. ജനുവരി 13-നാണ് വോട്ടെണ്ണൽ. മലപ്പുറം പായിമ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മൂത്തേടം, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും വിഴിഞ്ഞം വാർഡിൽ മാത്രമായും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീടുതോറുമുള്ള വിവരശേഖരണം നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഡിസംബർ 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിന്മേലുള്ള പരാതികൾ സമർപ്പിക്കാൻ ജനുവരി 22 വരെ അവസരം ലഭിക്കും. സ്ഥലത്തില്ലാത്തവർ, താമസം മാറിയവർ, മരണപ്പെട്ടവർ തുടങ്ങിയവരുടെ പട്ടിക BLOമാർ ഇതിനകം തന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നാളേക്കകം ഇതിലെ തിരുത്തലുകൾ പൂർത്തിയാക്കുകയും ചെയ്യും. കൃത്യമായ വിവരങ്ങൾ സമർപ്പിച്ചിട്ടില്ലാത്തവരെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഹിയറിംഗിനായി വിളിക്കുകയും ചെയ്യും. കൊല്ലം ജില്ലയിൽ എന്യൂമറേഷൻ ഫോം വിതരണവും ഡിജിറ്റൈസേഷനും 100% പൂർത്തിയായതായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. 1,67,000-ലേറെ പേരെ കണ്ടെത്താൻ കഴിയാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 23-ന് കരട് പ്രസിദ്ധീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ 92% വോട്ടർമാരെയും 2002-ലെ വോട്ടർ പട്ടികയുമായി മാപ്പ് ചെയ്തു കഴിഞ്ഞതായി ജില്ലാ കളക്ടർ. എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ ജില്ലയിൽ 100% പൂർത്തിയായതായും ജില്ലാ കളക്ടർ അറിയിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 18 മോഡൽ പ്രീ സ്കൂളുകളിലെ ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ടീച്ചർക്ക് 13,000 രൂപയായും ആയ ഹെൽപ്പർമാർക്ക് 9,000 രൂപയായുമാണ് പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചത്. മലബാർ ക്യാൻസർ സെന്ററിലെ ജീവനക്കാർക്ക് LICയുമായി ചേർന്ന് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസ് ചുമതലയേറ്റു. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണറും സർക്കാരും സമവായത്തിലെത്തിയത്. ഡിജിറ്റൽ സർവകലാശാല VCയായി സജി ഗോപിനാഥനെ നിയമിക്കാനും തീരുമാനമായി. നിയമനകാര്യം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. കേസ് സുപ്രീം കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ഭിന്നശേഷി സർഗോത്സവം അടുത്ത മാസം 19 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു.
ഭിന്നശേഷി സമൂഹത്തിന്റെ കഴിവുകൾ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ ഉൾച്ചേരലും പ്രാപ്യത ഒരുക്കലും ഉറപ്പാക്കുന്ന ഒരു ഉത്സവമായിരിക്കും സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ്. അസിസ്റ്റീവ് ടെക്നോളജി, തൊഴിൽ സംരംഭകത്വം, അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, ഇൻക്ലൂസീവ്നെസ് മുന്നോട്ട് വയ്ക്കുന്ന കായിക മേളകൾ, കലാമേളകൾ തുടങ്ങിയവയിലൂടെ കേരളത്തെ മാതൃകാ സംസ്ഥാനമാക്കി മാറ്റാൻ ഈ മേള വഴിതെളിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ഉയർന്നുവരുന്ന സാങ്കേതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നബാർഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സഹകാർ സാരഥിയിൽ കേരള ബാങ്ക് അംഗമായി. സഹകാർ സാരഥിയിൽ ബാങ്ക് ഭാഗമാകുന്നതോടെ അഗ്രിടെക്, ഫിൻടെക് മേഖലകളിൽ കാലാകാലങ്ങളിൽ ലഭ്യമാകുന്ന ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയും വിദഗ്ധരുടെ സേവനവും ലഭ്യമാകും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 6ാം ദിനത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടി 72 ചിത്രങ്ങൾ. 11 തിയേറ്ററുകളിലാണ് പ്രദർശനം. ലോക സിനിമാ വിഭാഗത്തിൽ 26 ചിത്രങ്ങളും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 6ഉം മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ 4 ചിത്രങ്ങൾ വീതം ഇന്ന് പ്രദർശിപ്പിച്ചു. വയനാട് കമ്പളക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാട് കയറിയതായി സ്ഥിരീകരണം. പാതിരി വനമേഖലയിലേക്കാണ് കടുവ കയറിയത്. ആശങ്ക പൂർണ്ണമായും ഒഴിവായെന്ന് സൌത്ത് വയനാട് DFO അജിത് കെ രാമൻ അറിയിച്ചു. ഈ കടുവയുടെ ഐഡന്റിറ്റി വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 112 എന്നുള്ളതായിരുന്നു. ഇതിനെ കൃത്യമായിട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ട്രാക്കേഴ്സ് ടീം ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് ചെയ്ത്, അതുപോലെ തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും നമ്മൾ പരിശോധന നടത്തി. ഇതിന്റെ കാൽപ്പാടുകൾ പരിശോധിച്ച് ഇത് പാതിരി റിസർവ് വന മേഖലയിലേക്ക് തിരികെ കയറിയിട്ടുള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അവിടെ ഇപ്പോൾ ക്യാമറ ട്രാപ്പുകൾ വെച്ച് നിരീക്ഷണം നടത്തുന്നതാണ്. കൂടാതെ പാട്രോളിംഗും നടത്തുന്നതാണ്. ഈ പ്രദേശങ്ങളിലും ഒരു ബേസ് ടീമിനെ ഇട്ട് പാട്രോളിംഗ് തുടരുന്നതാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം അല്പസമയത്തിനകം ലക്നൌവിൽ ആരംഭിക്കും. മഞ്ഞുവീഴ്ച മൂലം ടോസ് വൈകുകയാണ്. ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 5ാമത്തെയും അവസാനത്തെയും മത്സരം മറ്റന്നാൾ അഹമ്മദാബാദിൽ നടക്കും. യുവജനകാര്യ കായിക മന്ത്രാലയം മേരാ യുവ ഭാരതുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശീയ യുവോത്സവത്തിന്റെ ഭാഗമായുള്ള വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ 3ാം ഘട്ട മത്സരം ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. വിജയികളാകുന്ന 45 പേർക്ക് അടുത്ത മാസം 11, 12 തീയതികളിൽ ഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാം. വിജയികൾക്ക് വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പാകെ അവതരിപ്പിക്കാനും അവസരം ലഭിക്കും. ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം ഇതുവരെയുള്ള വരുമാനം 210 കോടി രൂപയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ഇതിൽ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചത്. ദേവസ്വം ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാൾക്ക് 20 ടിൻ അരവണ നൽകുന്ന തീരുമാനം തുടരും. താമസത്തിന് മുറിയെടുക്കുന്നവർ നൽകുന്ന മുൻകൂർ നിക്ഷേപ തുക തിരികെ നൽകുന്നതിന് പ്രത്യേക കൌണ്ടർ തുറക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. കുചേല ദിനത്തിൽ ഗുരുവായൂർ മഞ്ജുളാൽത്തറയിൽ പുതിയ കുചേല പ്രതിമ സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ VK വിജയൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു. 6 അടി ഉയരത്തിൽ കരിങ്കല്ലിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് ചിറയൻകീഴ് വർക്കല താലൂക്ക് പരിധിയിൽ ഈ മാസം 31 ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഈ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമാണ്. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ഈ മാസം 30 മുതൽ ജനുവരി 1 വരെയാണ് ശിവഗിരി തീർത്ഥാടനം. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തിരുന്ന സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി. പയ്യോളി IPC റോഡിൽ പ്രവർത്തിച്ചിരുന്ന ഷിറിൻ ഫുഡ്സ് എന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആണവോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബിൽ ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ ഇൻഷുറൻസ് ഭേദഗതി ബില്ലിന്മേൽ ചർച്ച തുടരുന്നു. ബാർ റേറ്റിംഗിൽ മലയാള ടെലിവിഷൻ ചാനൽ തിരിമറി നടത്തിയെന്ന ആരോപണങ്ങളിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച 3 വാർഡുകളിലേക്കുള്ള പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ജനുവരി 12-ന്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീടുതോറുമുള്ള വിവരശേഖരണം നാളെ അവസാനിക്കും. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 18 മോഡൽ പ്രീ സ്കൂളുകളിലെ ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 6ാം ദിനത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടി 72 ചിത്രങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.